ഈ പുഴയും കടന്ന പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശാരദയും മക്കളും ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുമ്പം നിള പറയുകയാണ്, ഇത് അച്ഛൻ ഇഷ്ടപ്പെട്ട ചമ്മന്തി അല്ലേ? അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും അങ്ങ് സങ്കടം വരികയാണ്. അപ്പോൾ കാവേരി പറയുകയാണ്, അച്ഛൻ അതിന് ഗൾഫിലല്ലേ, നമ്മൾ അത് ഓർത്തങ്ങ് ഇരുന്നാൽ മതി. അച്ഛൻ ഗൾഫിലാണെന്ന് വിചാരിച്ച് അച്ഛൻ എവിടെയും പോയിട്ടില്ല, അച്ഛൻ ഗൾഫിൽ തന്നെ ഉണ്ട്. പക്ഷെ ആഹാരം കഴിക്കുമ്പോൾ അച്ഛൻ വിളിക്കുന്നതല്ലേ എന്ന് നിളമോള് പറയുകയാണ്. അപ്പോഴാണെങ്കിൽ പെട്ടെന്ന് ഫോൺ ബെല്ലടിക്കുമ്പോൾ അത് നമ്മുടെ വിനീതായിരുന്നു. വിനീത് അരവിന്ദിനെ പോലെ തന്നെ നിളയോട് സംസാരിക്കുകയാണ്. ചോറ് കഴിച്ചോ, മോൾ എന്തെടുക്കുക എന്നൊക്കെ ചോദിച്ച് കുറേ നേരം സംസാരിച്ചു. അങ്ങനെ നിളയ്ക്കങ്ങ് സന്തോഷമാവും. അങ്ങനെ നിള ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുമ്പം അമ്മമ്മ പറയുകയാണ്, വിനീത് എന്ത് നല്ല പയ്യനാ. അപ്പോൾ ഗംഗ പറയുകയാണ്, ഞാനിപ്പോൾ കല്യാണത്തിനെ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. ഞാൻ കല്യാണം കഴിഞ്ഞ് വേറൊരു വീട്ടിലേക്ക് പോയാൽ നമ്മൾ ഇപ്പോൾ ഈ കഴിക്കുന്ന ആഹാരം കൂടി ഇനി കിട്ടാതെ ആവും എന്നൊക്കെ പറയാണ്. അപ്പോൾ പെട്ടെന്ന് കാവേരിക്ക് വിഷമമാണ്. ഞാൻ ഇത്രയും പഠിച്ചിട്ട് എനിക്കൊരു ജോലി ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കാവേരി അങ്ങ് വിഷമിക്കുകയാണ്. ജയബാലനാണെങ്കിൽ പെങ്ങടെ റിസോർട്ടിലേക്ക് വരികയാണ്. അപ്പോഴാണെങ്കിൽ ആസിഫ് അവിടെ വെറുതെ ഇരുന്ന് ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ജയബാലനാണെങ്കിൽ ആസിഫിനെ വഴക്ക് പറഞ്ഞു, നിനക്ക് വേറെ ജോലിയൊന്നും ഇല്ലേടാ, നിനക്ക് എപ്പോഴും ഈ ഫോൺ നോട്ടം മാത്രമല്ലേ, നീ വേറെ ജോലി നോക്കിയെന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടെ ഇങ്ങ് അകത്ത് റിസോർട്ടിലേക്ക് വരികയാണ്. അപ്പം രാജി അവിടെ നിൽക്കുകയാണ്. എന്താ ചേട്ടാ ഈ വഴിക്കൊക്കെ? അത് ഞാനൊരു കാര്യം പറയാനാണ് വന്നത്. എന്തായാലും അരവിന്ദൻ മരിച്ചതോടെ നമ്മൾ തമ്മിലുള്ള പിണക്കും എല്ലാം മാറും എന്നല്ലേ നീ അന്ന് പറഞ്ഞത്. അപ്പോൾ രാജി പറയാണ്, എനിക്ക് അങ്ങനെ പറഞ്ഞതിൽ എനിക്കൊരു വിഷമമുണ്ട് എന്നൊക്കെ പറയുകയാണ്. അതൊക്കെ പോട്ടെ, നിവിൻ എന്തിയെ? രാഗിണിയുടെ പഠിത്തമൊക്കെ കഴിഞ്ഞു. ഞാൻ നിവിന് വേണ്ടി രാഗിണിയെ ഒന്ന് ആലോചിക്കാൻ വന്നതാ. അത് നീ ഒന്ന് മനസ്സിൽ വെച്ചോ. രണ്ട് കുടുംബങ്ങളും ഇനി ഒരുമിച്ച് തന്നെ മുന്നേറാം എന്ന്. അപ്പോൾ രാജി പറയാണ്, നിവിൻ അത് ഇഷ്ടമല്ലെന്ന് തോന്നുന്നു, രാഗിണി അവൻ അങ്ങനൊന്നും കണ്ടിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. നീ ഒന്ന് ആലോചിച്ച് നോക്കെന്ന് പറഞ്ഞുകൊണ്ട് ജയബാലൻ അങ്ങ് പോവുകയാണ്. ഗംഗയ്ക്കും തയ്ക്കാൻ ആവശ്യമായ കുറച്ച് സാധനങ്ങൾ വാങ്ങണമായിരുന്നു. അത് വിനീതിനോട് വാങ്ങിത്തരുമോ എന്ന് പൈസയും കൊടുത്തിട്ട് ചോദിക്കുന്നു. അങ്ങനെ വിനീത് ആ പൈസ വാങ്ങാതെ ലിസ്റ്റ് മേടിക്കുന്നു. അപ്പോൾ ഗംഗ പറയുന്നു, പൈസ വാങ്ങണം, ഇല്ലെങ്കിൽ ഞാൻ ഇനിയൊന്നും വിനീതേട്ടനോട് പറയില്ല എന്നിങ്ങനെ പറയുന്നു. അങ്ങനെ വിനീത് ആ പൈസ അങ്ങ് മേടിക്കുന്നു. എന്നിട്ട് കാവേരിയുടെ ജോലിക്കാര്യവും കൂടി ചോദിക്കുകയാണ്. റിസപ്ഷനിൽ ഇരിക്കാൻ വേണ്ടി നിവിനെ നിർബന്ധിക്കുകയായിരുന്നു അമ്മ രാജി. അപ്പോഴത്തേക്കും നിവിനാണെങ്കിൽ റിസപ്ഷനിൽ ഇരിക്കാൻ ഒട്ടും താല്പര്യമില്ല. അങ്ങനെ അവിടെ റിസപ്ഷനിൽ ഇരുന്ന കുട്ടിയാണെങ്കിൽ കല്യാണ സംബന്ധമായി പോയി, അതിന് വേറെ ആളില്ല. അങ്ങനെ നിവിനെ പിടിച്ചിരുത്താൻ വേണ്ടി നിർബന്ധിക്കുകയായിരുന്നു. ആ സമയത്താണ് വിനീത് കാവേരിക്ക് വേണ്ടി ജോലിക്ക് വേണ്ടി തിരക്കാൻ വേണ്ടി വിളിച്ചത്. അങ്ങനെയാണ് നിവിൻ സന്തോഷമാവുകയാണ്. ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡില്. ഇനി അടുത്ത എപ്പിസോഡ് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.